ഞാൻ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ വൈറൽ ക്രീമി ചീസി നൂഡിൽസ് റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമ്മൾ മിക്കവാറും എപ്പോഴും നൂഡിൽസ് വെള്ളം തിളപ്പിക്കുക, അതിൽ മസാല ഇടുക, നൂഡിൽസ് ഇടുക, കുക്ക് ചെയ്യുക, കഴിക്കുക, ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്. അപ്പം നമുക്ക് ക്രീമി ചീസി നൂഡിൽസ് റെഡിയാക്കിയാലോ. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാക്ക് നൂഡിൽസിന് 2-3 സ്ലൈസ് ചീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മസാലയില്ലേ നൂഡിൽസിൻ്റെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു പാക്ക് നൂഡിൽസിന് ഒരു പാക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.25 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു 4 പാക്കാണ് നൂഡിൽസ് റെഡിയാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കുറച്ച് കുക്ക് ചെയ്ത സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. എന്നിട്ട് പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നൂഡിൽസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ കിടന്ന് നൂഡിൽസ് നല്ലതുപോലെ ഒന്ന് കുക്കാകണം. അപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി പാലൊക്കെ നല്ലതുപോലെ വറ്റി നൂഡിൽസ് ഒന്ന് നല്ലതുപോലെ കുക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ക്രീമി ചീസി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇത് ലഞ്ച് ബോക്സിലേക്കൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അപ്പം നമ്മൾ വീട്ടിൽ റെഡിയാക്കി കൊടുക്കണമെങ്കിൽ ഇത് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാനിതിൽ സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ സ്വീറ്റ് കോൺ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പാലിൻ്റെയും ചീസിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.